ഗ്യാസിൻ്റെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടാൽ പൊള്ളുന്ന രീതിയിലാണ് ഇന്നത്തെ ഗ്യാസിൻ്റെ വില. ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ ഓരോ സാധാരണക്കാരനും ഒന്ന് ആലോചിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ 6-ാം തീയതി ഹോട്ടൽ ഉടമകൾ സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ അശ്വതി ഹോട്ടലിലാണ്. അശ്വതി ഹോട്ടലിൻ്റെ ഉടമയോടും അതുപോലെ തന്നെ ഇവിടെ ചായ കുടിക്കാൻ വന്ന ആളുകളോട് നമുക്ക് ചോദിക്കാം, ഇനി ചായ കുടിക്കണോ അതോ ഹോട്ടൽ തുറക്കണോ, അതോ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാഫുകളെ വെട്ടിക്കുറച്ചു, അതായത് പകുതി സ്റ്റാഫുകളെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹോട്ടലുകൾ നടത്തുന്നത്. അതുപോലെ ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഹോട്ടൽ ഉടമയോട് ചോദിക്കാം. ചേട്ടാ നമസ്തേ. ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ദയനീയാവസ്ഥയിലെ വണ്ടി പോകുന്നു. പിള്ളേർ ഗ്യാസിന് വലിയ വില കൊടുത്തിട്ടാണ് ഇപ്പം മേടിക്കുന്നത്. ഒരു ഗ്ലാസ് ചായ ഒരാൾക്ക് നിങ്ങൾക്ക് എത്ര പൈസ കൊടുക്കാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ? ഈ ഒരു അവസ്ഥയിൽ ഒരു 12-13, മാക്സിമം പോയാൽ ഒരു 14 രൂപ 15 രൂപ. ഗ്യാസ് കിട്ടാനുണ്ടോ? ഗ്യാസ് ഇടക്ക് കിട്ടും, പിന്നെ കിട്ടൂല. ഇത് ഒരു പൂഴ്ത്തി വെപ്പായിട്ടോ അല്ലെങ്കിൽ കരിഞ്ചന്തയായിട്ടോ? കരിഞ്ചന്തയൊക്കെ കുറേ ആൾ വിൽക്കുന്നുണ്ട്, കുറേ ആൾ കരിഞ്ചന്തയൊക്കെ വിൽക്കുന്നുണ്ട്, കുറേ ആൾ നേരെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥന്മാർ ഈ കരിഞ്ചന്തയിൽ വെക്കുന്ന ഗ്യാസിൻ്റെ അവസ്ഥ കാണാഞ്ഞിട്ടാണോ ഇങ്ങനെ? ഇതിങ്ങനെ കണ്ണടച്ചിട്ട് വിടുന്നത്, അത്രയേ ഉള്ളൂ. കണ്ണടച്ച് ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ചിട്ട് പോകുന്നു. ഒരു ഗ്ലാസ് ചായ ഇപ്പം ഏട്ടന് എടുക്കുകയാണെങ്കിൽ അതിന് എത്ര രൂപ ചിലവ് വരും? എത്ര രൂപ എന്ന് പറഞ്ഞാൽ 10-12 രൂപ, ഒരു 10 രൂപയൊക്കെ അടുത്ത് ചിലവ് വരും. പിന്നെ നമ്മളെ മെയിനേഴ്സും ചിലവും പണിക്കാർ കൂലി അതെല്ലാം കൂടി ആകുമ്പോൾ 10-14 രൂപ അടുത്ത് വരും. അപ്പോൾ നമുക്കിപ്പോൾ പണിയെടുത്താലൊന്നും കിട്ടാനില്ല ചേട്ടൻ്റെ വില കൊണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സജീവൻ. എത്ര നാളായി ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്നത്? ഞാനിപ്പോൾ ഹോട്ടൽ ഫീൽഡിൽ 42 വർഷം കഴിഞ്ഞു. 42 വർഷമായിട്ട് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല? ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് ഫസ്റ്റിലത്തെ അനുഭവം. ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇപ്പം നമ്മൾ കൊടുക്കലുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഭയങ്കര ദയനീയാവസ്ഥയാണ്. ഇപ്പം ഗ്യാസിനെല്ലാം വില പൊന്തുമ്പോൾ ഇപ്പോൾ നമ്മൾ 12 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നാളെ മുതൽ ഇനി പൈസ നമ്മൾ കൂട്ടാൻ വേണ്ടി പോകുന്നു. അത് ഇപ്പോൾ ഒരു ചായ അടിക്കുമ്പം ചേട്ടൻ്റെ മനസ്സിൽ ടെൻഷനാണ്? ടെൻഷൻ ഉണ്ട്, പക്ഷേ ടെൻഷൻ ഉണ്ടതിൻ്റെ കാര്യമില്ലല്ലോ. നമ്മളെ കസ്റ്റമറെ സന്തോഷിപ്പിക്കാന്നല്ലേ ഉള്ളൂ. ചേട്ടാ പേരെന്താ? ഷാനിദ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ചെറിയൊരു ഹോട്ടലാണ്, സാധാരണക്കാരൻ്റെ ഹോട്ടലാണ്, അല്ല 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ 3 സ്റ്റാറോ അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ പ്രതീക്ഷയോടെയല്ലേ കയറുന്നത്? പ്രതീക്ഷയോടെയാണ് കയറല്ലേ. സാധാരണ എടുത്ത് ഭക്ഷണം കഴിക്കുന്നതാണ്, നല്ലൊരു ഭക്ഷണമാണ്, എല്ലാം ഒരു മിനിമം റേറ്റാണ്. ഇപ്പോൾ ഗ്യാസ് കിട്ടാത്ത പ്രശ്നം കൊണ്ട് സ്വാഭാവികം എല്ലാ ഹോട്ടലും കൂട്ടിയാണല്ലോ. ഇപ്പോൾ ഇവിടെയും കൂട്ടാൻ സാധ്യതയുണ്ട്. ഇവർ പറഞ്ഞല്ലോ ഇപ്പോൾ നാളായിട്ട് കൂട്ടുന്ന പറഞ്ഞാൽ ഇതിവരെ നിലവിൽ കൂട്ടിയിട്ടില്ലല്ലോ. സാധാരണക്കാർക്കിന് ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കൽ. ഇപ്പോൾ 70 രൂപ ചോറിനായി, ചിലയിടങ്ങളിൽ 80 രൂപയായി, സാധാരണ 60 രൂപ കഴിക്കുന്ന ചോറായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഈ ഒരു അടച്ചുപൂട്ടലിൽ ഒക്കെ? ഈ ഒരു ഹോട്ടൽ ഉടമകൾ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരനെ, നിങ്ങളെ പോലത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താവും? ബുദ്ധിമുട്ട് തന്നെ. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ഇപ്പോൾ വയ്യോർ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഹോട്ടൽ ആശ്രയിച്ചാൽ ഉച്ചയായാലും രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ, രാവിലെ ഹോട്ടലിൽ നിന്ന് കഴിക്കാന്നുള്ള രീതിയിലാണ് വരുത്ത്. അപ്പോൾ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാവും. പിന്നെ വീട്ടിൽ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന രീതി വരേണ്ടി വരും. അപ്പോൾ ഇതാ സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ അറിയാം, നമ്മളൊക്കെ പല വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അറിയാം, ഇന്ന് തൊഴിൽ പോലും മനുഷ്യർക്ക് ഇല്ലാത്ത ഗ്യാസിൻ്റെ കാരണം, അതുപോലത്തെ ഓരോ സംഭവങ്ങളായിട്ടും മനുഷ്യൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പേരെന്താ? അജേഷ്. നമ്മൾ ഒരു തികച്ചും സാധാരണമായ ഒരു ഹോട്ടലാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ ഇതിനൊക്കെ പൈസ കൂട്ടാൻ പോകുന്നൊക്കെ പറയുന്നു. എന്താണ് ചേട്ടന് പറയാനുള്ളത്? പൈസ കൂട്ടാമെന്ന് വെച്ചാൽ ഇപ്പോൾ താൽക്കാലിക പ്രശ്നം കൊണ്ട് നമ്മൾ കൂട്ടേണ്ടി വരും. ആ സംഭവം കഴിഞ്ഞിട്ട് പിന്നീട് കുറക്കുമെന്ന് നമുക്ക് ഇവരോട് ചോദിക്കാൻ പറ്റില്ല. മുന്നും ഇതേപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1500, 1900 രൂപയുള്ള സമയത്ത് കൂടിയ സമയത്ത് കൂട്ടിയിട്ടുണ്ട്, പിന്നീട് കുറച്ചിട്ടില്ല. അതുപോലെ ഇപ്പോൾ സാഹചര്യം കൊണ്ട് കൂട്ടേണ്ടി വരുമായിരിക്കും. ഇത് കുറഞ്ഞാൽ കുറക്കുമെന്നുള്ളത് മുതലാളിമാരോട് ചോദിക്കേണ്ടത്, ഓണർമാരോട് ചോദിക്കേണ്ടത്. ഇപ്പോഴുള്ള അവസ്ഥയിൽ അവർക്ക് കൂട്ടേണ്ടി വരും. ഒരു 5-10 രൂപ കൂട്ടുന്നതിൽ നമ്മൾ കസ്റ്റമർ ആരും പരാതി പറയില്ല. അപ്പോൾ അതല്ല, ഈ ഒരു ഹോട്ടൽ ശൃംഖല ഈ സമയത്ത് താൽക്കാലികമായി വരുന്ന അനിശ്ചിതകാലത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് സംഭവിക്കും? അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെയുള്ള എത്രയോ തൊഴിലാളികളുണ്ട്, ബസ് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഹോട്ടലായിട്ടല്ലോ. അല്ല പിന്നെ മറ്റുള്ള എല്ലാവർക്കും എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ വിഷയത്തിൻ്റെ മുകളിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യം കൊണ്ടൊരു 10 രൂപ കൂട്ടുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൊണ്ട് 5 രൂപ കൂട്ടുന്നതിനോ ചായനോട് 2 രൂപ കൂട്ടുന്നതിനോ പരാതിയില്ല. പക്ഷേ പിന്നീട് ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറക്കണം എന്നുള്ളത്, കുറക്കുക എന്നുള്ളത് നിങ്ങളുടെ കൂടുതൽ ചോദ്യം. അത് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അജയ് ചേട്ടൻ പറയുന്നത് ഇപ്പോൾ പൈസ കൂട്ടിക്കോട്ടെ, അതായത് ഈ ഒരു ഗ്യാസിൻ്റെ അവസ്ഥയിൽ പൈസ കൂട്ടിക്കോട്ടെ, പക്ഷേ ഗ്യാസിൻ്റെ ലഭ്യത കൂടുമ്പോൾ, അതായത് ഗ്യാസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുമ്പം ഈ ഹോട്ടലിനോട് കുറക്കുമെന്നൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. അത് ഇവരുടെ അസോസിയേഷനാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഹോട്ടലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്.
ഇത് ഇവിടെ കഞ്ഞി അതുപോലെ തന്നെ നല്ല പൊറോട്ടയും അതുപോലെ നെയ്ച്ചോറൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ നമ്മൾ ബിജുവേട്ടൻ്റെ കടയാണ്. ബിജുവേട്ടൻ്റെ കടയാണ്. ബിജുവേട്ടൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ബിജുവേട്ടാ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവസ്ഥ ഭയങ്കര ദയനീയമാണ്. മുന്നോട്ട് പോകാൻ കഴിയില്ല. 4000 ഉറുപ്പ്യ അല്ലേ? 4000 ഉറുപ്പ്യ. അപ്പോൾ ഇവിടെ വരുന്ന ഒരുപാട് ഇപ്പം എത്ര വർഷമായി ഹോട്ടലിൽ നിന്ന്? അതന്നെ പറയാം. ഇപ്പൊ 10-20 വർഷമായി. 20 വർഷത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പൊ ചായക്കൊക്കെ എത്ര പൈസ ആക്കണമെന്നാ പറയുന്നത്? ചായക്കല്ല ഇപ്പൊ ഇങ്ങനെ ഒരു 15 ഉറുപ്പ്യ ആക്കേണ്ടി വരും. ചുരുങ്ങി എല്ലായിടത്തും 15-20 ആയി. നമ്മൾ ഇതുവരെ കൂട്ടിയില്ല. 12 ഉറുപ്പ്യൊക്കെ തന്നെ കൊടുക്കുന്നത്. നാളെ കൂട്ടും. അല്ലാണ്ട് രക്ഷയില്ല. 4000 ഉറുപ്പ്യ കൊടുത്ത് ഗ്യാസ് മേടിക്കാൻ ഒക്കണ്ടേ? അപ്പൊ ഗ്യാസ് നമുക്ക് കിട്ടാനുണ്ടോ അല്ലെങ്കിൽ കരിഞ്ചന്തയാണോ ബ്ലാക്ക് മാർക്ക് അങ്ങനെയാണോ വരുന്നത്? സർക്കാരിന്റെ ശരിയായ പൈസ 3150 അങ്ങനെ അങ്ങോട്ടാന്ന്. ആ പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ പൈസ കിട്ടുന്നില്ല. പ്രൈവറ്റ് വിറ്റല്ല 4000-4000 മേലെ അല്ലല്ലോ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ശശീന്ദ്രൻ. ചേട്ടാ ഈ ഒരു ഗ്യാസിന്റെ വില കൂടുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ചായക്കലിന് വില കൂടാൻ പോകുന്ന ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ വില കൂടാൻ പോകുന്നത്, അപ്പോൾ അടുത്ത ദിവസം 6-ാം തീയതി ഹോട്ടൽ ഓണേഴ്സ് സമരത്തിലേക്ക് പോവാണ്. എന്താ ചേട്ടൻ എന്താണ് പറയുന്നത്? സമരത്തിന് പോകേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ വില സഹിച്ചിട്ട് സെർവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം സമരത്തിന് പോകുന്നതിനെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല. സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല നമ്മൾ ഈ സർക്കാരെല്ലാം വരുന്ന സമയത്ത് ആദ്യം ഗ്യാസിന് സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സബ്സിഡി കൊടുത്തിട്ടില്ലേ എന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഉണ്ടായത്. അതായത് ഫേവർ ചെയ്ത ജനങ്ങൾ. പക്ഷെ പിന്നെ ആ സബ്സിഡി ഇല്ല. പിന്നെ ഇൻക്രീസ് ചെയ്യില്ലായിരുന്നു. അവരായിരിക്കും പൈസ ഇൻക്രീസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പൈസ കൂടിയിട്ടില്ല. ആ ബാക്കി എല്ലാവർക്കാണ് കൂട്ടിയില്ല. ഗാർഹികക്ക് ഇപ്പം 1000 രൂപയോളം ആയല്ലോ. അതും കൂടി വന്നതല്ലേ. നേരത്തെ 630-830 കിട്ടിയ 330 എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് 830-900 ആ റേഞ്ചിലാണ്. അപ്പോൾ മോദി സർക്കാരിന് എന്തെങ്കിലും അല്ല, അങ്ങനെ ഒരു സർക്കാരിന് കുറ്റം പറയുന്നല്ല. ഇങ്ങനെയുള്ള സംഗതി ജനങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇന്ന്. അതാണ് ഞാൻ പറയുന്നത്. ഏത് സർക്കാർ വന്നാലും ഇപ്പം ഇങ്ങനെയുള്ള കാര്യത്തിന് അവർക്കും പല മാനദണ്ഡ പ്രകാരമായിരിക്കും പൈസ കൂട്ടുന്നുണ്ടാവുക. അപ്പോൾ അത് കൂടാതിരിക്കാൻ വേണ്ടി എന്നാ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആ തലത്തിൽ ചിന്തിക്കേണ്ടത്. ഈ യുദ്ധമാണോ ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് തോന്നുന്നുണ്ടോ? യുദ്ധം വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് കൂടുന്നുണ്ടാവും. അതിനനുസരിച്ച് സാധാരണക്കാർക്കും കോസ്റ്റ് കൂടും. അപ്പോൾ ചേട്ടൻ പറയുന്നത് വെച്ചാൽ സർക്കാരുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് മോദി സർക്കാരാണെങ്കിലും അതുപോലെ പിണറായി സർക്കാരാണെങ്കിലും സർക്കാരുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ ഗ്യാസൊക്കെ നമുക്ക് അന്യരാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അതായത് ഡിമാൻഡ് കൂടുമ്പോഴാണ് റേറ്റ് കൂടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രജനി ഹോട്ടലിലാണുള്ളത്. രജനി ഹോട്ടൽ മാഡം നമസ്തേ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഗ്യാസിനൊക്കെ വില കൂടിയ രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകാനായിട്ട്? ഗ്യാസിന് വില കൂടിയോണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നമുക്ക് പണിക്കാർക്ക് പോലും പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. ഗ്യാസിന് ഇപ്പം നമ്മളിപ്പോൾ പൈസ കൂടുതലാക്കുമ്പോൾ കസ്റ്റമർ പറയും നിങ്ങളെന്താ ഇത്ര പൈസ കൂടുതൽ എടുക്കുന്നത്, അങ്ങനെ പറയും. ഈ ഗ്യാസിന് വില കയറിയൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇത് അറിഞ്ഞു ചെയ്യുന്ന ചില ആളുകൾ ഗ്യാസിന് പൈസ കൂട്ടിയാൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന് പൈസ കൂട്ടിയാൽ അവർ 10-5 കൂടുതൽ കൊടുക്കാൻ തയ്യാറാന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലേ? എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ മുതലാകുന്നു ഇങ്ങനെ ഗ്യാസിന് ഇതിൻ്റെ പൈസ കൂടിയാലെന്ന് ചോദിക്കും. ചേട്ടൻ എന്താ പറയാനല്ലേ പറ? ഗ്യാസിന് വില കൂട്ടിയത് ഭയങ്കര തെമ്മാടുതനമാണ്. ജസ്റ്റ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ, ചെയ്യാൻ പാടില്ല. എന്താണ് ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്ന അവരെ നമ്മളെ കേരള സ്റ്റേറ്റിലെ ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ പറ്റുമല്ലോ. കുറയ്ക്കാൻ പറ്റാത്തത് സർക്കാരിന് അതൊരു ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. സർക്കാരുകൾ ഇപ്പം ഏത് സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്, അവർക്ക് അതിൻ്റെ ഐ എം ടെല്ലിങ് യു വൺ തിങ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് നത്തിങ്. 6-ാം തീയതി സമരത്തിലാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊക്കെ? ഭക്ഷണം കിട്ടുമോ? ഭക്ഷണം കിട്ടിയാൽ കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ കഴിക്കാണ്ടിരിക്കുക. ജനങ്ങളല്ലേ, നമുക്കൊന്നും വേറെ പറയാല്ല കേട്ടോ. അപ്പോൾ ഭക്ഷണം കിട്ടിയാൽ ഇപ്പോൾ ഹോട്ടൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. നമ്മൾ തെരുവിൽ ജീവിക്കുന്ന, പണിയെടുത്ത് ജീവിക്കുന്ന, നമ്മൾ നാട് പിടിക്കേണ്ടി വരും. അതിൻ്റെ നാട് തിരിച്ചു വരാം. ഓക്കെ. കണ്ണൂരിൻ്റെ
ഏറ്റവും തിരക്കുള്ള ഹോട്ടലാണ് പുലരി. അപ്പോൾ ആ പുലരി ഹോട്ടലാണ്. ചേട്ടാ പേരെന്താ? ബിപിൻ. ഇപ്പോൾ ഈ ഗ്യാസ് കിട്ടാനില്ല, അതുപോലെ തന്നെ വില കൂട്ടാൻ പോവാണ്, നിങ്ങൾ സമരത്തിലേക്ക് പോവാണ്, എന്താണ് പറയാനുള്ളത്? നിലവിലിപ്പം പണിക്കാർ കംപ്ലീറ്റ് നാട്ടിൽ പോയിട്ടാവില്ല, ആരുമില്ല. അതിന്റെ സ്ട്രഗിളിലാണ് ഇപ്പോൾ ഓടുന്നത് തന്നെ. അതിനിടയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നം വന്നു. ഗ്യാസ് അവർ ഹോട്ടൽ മേഖലയ്ക്ക് വരേണ്ട ഗ്യാസ് പൂർത്തി വെച്ചിട്ടാണ് ഇപ്പം നമുക്ക് കിട്ടായി വൻ റേറ്റ് കൂട്ടിയാണ് വെക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്, കാരണം പൊന്തിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ടാമത് ഇരിട്ടടി പോലെ പിന്നെയും ഒരു സിലിണ്ടറിന് ഉള്ള 1000 രൂപ കടുപ്പിച്ച് പൊന്തിച്ചു. അപ്പോൾ 6-7 കുറ്റി നമ്മൾ എങ്ങനെയല്ല കഷ്ടപ്പെട്ട് ഒപ്പിക്കുന്നതാണ്. അടിക്കടിയില്ല ഈ വില കൂട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോട്ടലിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 6-ാം തീയതി ഇതിന്റെ പേരിലാണ് നിങ്ങൾ സമരം? അതെ അതെ അതെ. അപ്പോൾ പൊതുവായിട്ടുള്ള പരാതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് സർവീസിന് തിരക്കുണ്ടാവും, നല്ല വർഷം കൊടുക്കും, തിരക്കുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ നമുക്കത് കൈകാര്യം ചെയ്യേണ്ട പണിക്കാർ എല്ലാവരും നാട്ടിൽ പോയിട്ടാവില്ലേ. നമ്മൾ കൂട്ടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരുപാട് പണിക്കാർ, 56 പണിക്കാരുള്ളത് ഇപ്പോൾ കുറഞ്ഞ് 32 പണിക്കാരേ ഉള്ളൂ. ബാക്കിയെല്ലാം നാട്ടിൽ പോയിട്ടാവില്ല. നാട്ടിൽ പോയത് ഇലക്ഷന്റെ ഭാഗമായിട്ട് പോയത്. അല്ല, ഇലക്ഷന്റെ ഭാഗമായിട്ട് അവർ നിർബന്ധമായിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോയി. അവർ പിടിച്ചു പോകാൻ കഴിയില്ല, വോട്ട് ചെയ്യേണ്ട കാര്യമല്ലേ. അവരെ ഇപ്രാവശ്യം വോട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടാവുന്നു മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് എല്ലാവരും പേടിച്ചിട്ട് പോയി. അല്ല, ഇനി നമ്മളെ ഇവിടെ വരുന്ന കസ്റ്റമറോടും അതുപോലെ തന്നെ ജനങ്ങളോടും എന്താ പറയുന്നത്? വരും, സർവീസിലും വ്യത്യാസം വരും. അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞിട്ട് എല്ലാവരും സഹകരിച്ചാൽ വലിയ ഉപകാരം. ഭക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ആ പഴയ ടേസ്റ്റ് തന്നെ ഒരിക്കലും കുറക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെതായ ടൈം കൊടുക്കും, അതിൻ്റെതായ താമസം എന്തായാലും വരും. കാരണം ക്വാളിറ്റി കുറച്ചാൽ പിന്നെ നമ്മൾ പേര് പോയി പോകും. ഒരു മോശത്തിന് പേരുള്ളത് ഒന്നും കളയാൻ കഴിയില്ല. ഇപ്പോൾ പുലരി ഹോട്ടലിലെ ബിബിയേട്ടനാണ് പറയുന്നത്. ഇപ്പോൾ വിട്ടുവീഴ്ചയില്ല, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിലോ മറ്റു കാര്യത്തിലോ വിട്ടുവീഴ്ചയില്ല. അതായത് പണിക്കാർ കുറവാണ്. ആ പണിക്കാർ കുറവ് വെച്ചിട്ടും ഇവിടെ ഭക്ഷണം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പരമാവധി അവർ അഡ്ജസ്റ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ചായക്ക് ഇനി 15 രൂപ, അല്ല 15 രൂപ ആക്കണ്ടേ? 15 രൂപ ആക്കിയാൽ മാത്രമേ ഈ ഓരോ ഹോട്ടലിലും നമുക്കും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഹോട്ടലിൽ കയറുമ്പം പരമാവധി ചായയോ അല്ലെങ്കിൽ കാപ്പിയോ എന്താണെങ്കിലും വേസ്റ്റ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം, അതായത് 1/2 ഗ്ലാസ് ചായ വേണം 1/2 ഗ്ലാസ് എന്ന് പറയാം. അല്ലാണ്ട് 1 ഗ്ലാസ് ചായ വാങ്ങിച്ച് കുടിച്ചിട്ട് 1/2 ഗ്ലാസ് ബാക്കി വെച്ചിട്ട് പോകാൻ പാടില്ല. അത്രയും വിഷമത്തോടെയാണ് ഓരോ ഹോട്ടലുകാരും നമ്മളോട് സംസാരിക്കുന്നത്.